നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ എക്സ്ട്രാ ടൈമിൽ 5-2 ഡെൻമാർക്കിനെ തോൽപ്പിച്ച് അഗ്രിഗേറ്റ് 5-3 വിജയിച്ച് പോർച്ചുഗൽ ഇതാ സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു. കളിയിൽ ക്രിസ്ത്യാനോ ഒരു പെനാൽറ്റി മിസ്സാക്കി, പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. അവസാന ചിരി CR7-ൻ്റേത്. ക്രിസ്ത്യാനോ ആദ്യ പാദത്തിൽ റാസ്മസ് ഹോയ്ലൻഡ് ഗോൾ അടിച്ച് സെലിബ്രേഷൻ നടത്തിയതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അടുത്ത കളിയിൽ എൻ്റെ സെലിബ്രേഷൻ അവൻ കാണും. യെസ്, അത് അദ്ദേഹം കാണിച്ചിരിക്കുന്നു. പറഞ്ഞ വാക്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. CR7 സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത രാത്രിയാണ്, ഒരു ഇവൻറ്റ്ഫുൾ നൈറ്റാണെന്ന് പറയണം. കാരണം കളിക്ക് മുമ്പ് അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഏറ്റവും അധികം ഇൻ്റർനാഷണൽ വിജയങ്ങളുടെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു. നല്ല രൂപത്തിൽ തുടങ്ങിയ രാത്രിയാണ്. പക്ഷേ തൊട്ടു പിന്നാലെ കളി തുടങ്ങി 6-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്നെ വിൻ ചെയ്തെടുത്ത പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്യുന്നു. അത് പെനാൽറ്റി വളരെ കൃത്യമായിട്ട് വലയിലേക്ക് എത്തിക്കുന്നതിൽ പേര് കേട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത പെനാൽറ്റി വളരെ വേഴ്സ് ആയിട്ടുള്ള ഒന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ഏറ്റവും മോശം പെനാൽറ്റി കിക്കായിരുന്നു അത് കിടിലൻ രൂപത്തിൽ കാസ്പർ ഷ്മൈക്കൽ അനായാസം തടയുകയും ചെയ്തു. സോ അവിടെ അദ്ദേഹത്തിന് നിരാശ കഴിഞ്ഞില്ല. ആ നിരാശ തുടരുകയായിരുന്നു. കളിയുടെ 45-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോള് ഓഫ് സൈഡ് കാരണം റൂൾഡ് ഔട്ട് ആക്കുന്നു. ഗോള് ഡിസലവ് ചെയ്യുന്നു. കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിലാണ് പിന്നീട് കാര്യങ്ങൾ കിടന്നിരുന്നത്. 72-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ വരുന്നു. സ്യൂ സെലിബ്രേഷനും കാണുന്നു. ഗോൾ വന്നത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഷോട്ട് പോസ്റ്റിലടിച്ചു മടങ്ങി വന്നപ്പോൾ കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കിയത്. അതത്ര എളുപ്പമുള്ള ഒരു ആംഗിളിൽ നിന്നായിരുന്നില്ല, എങ്കിലും അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു. ആത്മാഭിമാനത്തോടുകൂടി ആരാധകർ ആവേശത്തോടുകൂടി നിൽക്കുന്ന ഘട്ടം. എന്തായാലും ക്രിസ്ത്യാനോയുടെ ആ ഒരു സ്യൂ സെലിബ്രേഷൻ അവിടെ കൃത്യമായിട്ട് റാസ്മസ് ഹോയ്ലൻഡ് കണ്ടിട്ടുണ്ടാവണം. പറഞ്ഞത് അദ്ദേഹം ചെയ്ത് കാണിച്ചു. ഏതായാലും പിന്നീട് കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യാനോയൊക്കെ പിൻവലിക്കുന്നുണ്ട്. അവരുടെ ടീം ട്രിങ്കാവോയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ട്രിങ്കാവോയുടെ ഇരട്ട ഗോളുകൾ, റാമോസിൻ്റെ ഒരു ഗോൾ എല്ലാം കൂടി ചേർന്ന് എക്സ്ട്രാ ടൈമിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അവസാന ചിരി CR7-ൻ്റേത്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് പെനാൽറ്റി മിസ് ചെയ്യുന്നു, ഗോൾ റൂൾഡ് ഔട്ട് ആവുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവസാന ചിരി CR7-ൻ്റേത്. അദ്ദേഹവും ടീമും ഇതാ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ 40-കാരനായിട്ടുള്ള ക്രിസ്ത്യാനോ, അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കണം. യുവേഫ നേഷൻസ് ലീഗിൽ ഇത്തവണത്തെ യുവേഫ നേഷൻസ് ലീഗിൽ 7 കളികൾ അദ്ദേഹം കളിച്ചു, 6 ഗോളും 1 അസിസ്റ്റും. അതായത് 7 കളികളിൽ നിന്ന് 7 അസിസ്റ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് കാണേണ്ട കാര്യമാണ്. ഈ പ്രായത്തിലാണ് ഈ പ്രകടനം നടത്തുന്നത്. ഓരോ 79 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 30 ഷോട്ടുകൾ തീർത്തതിൽ 12 ഓൺ ടാർഗറ്റ്, 9 കീ പാസുകൾ കൊടുത്തു. സോ CR7 ഇപ്പോഴും ഡിസിസീവ് ആയിട്ടുള്ള പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.